ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എൻ്റെ അപ്പനെയും അമ്മയെയും ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡായിട്ടുള്ള സച്ചിൻ ജോസ്. അതെ, ഇന്റേൺഷിപ്പിന് കയറിയ സമയത്ത് വിവാഹം കഴിക്കുക എന്നൊരു കൺസെപ്റ്റ് എൻ്റെ തലയിലേക്ക് വെച്ച് തരികയായിരുന്നു എൻ്റെ മമ്മി. 28ാമത്തെ വയസ്സിലെ കല്യാണം മതിയെന്നും പറഞ്ഞ് കയറ് പൊട്ടിച്ചിരുന്ന എൻ്റെ ലൈഫിലേക്ക് അബദ്ധത്തിൽ ലൈക്ക് ചെയ്ത ഒരു പ്രൊഫൈലായിരുന്നു ഈ ഇടുക്കിക്കാരൻ്റേത്. ചാലക്കുടിയിൽ വീടുള്ള എൻ്റെ ചേച്ചി അങ്കമാലിയിലോട്ട് കെട്ടിപ്പോയെന്നും പറഞ്ഞ് അയ്യോ അത് ഭയങ്കര ദൂരമാണല്ലോ എന്ന് വിഷമിച്ചിരുന്ന ഞാൻ കെട്ടിപ്പോയത് അങ്ങ് ഇടുക്കിയിലേക്ക്. പ്രദക്ഷിണവും പടക്കവും മാത്രമുള്ള പെരുന്നാളിലേക്ക് ബാൻഡുമേളം എന്നൊരു കോൺസെപ്റ്റ് കൂടി ഉണ്ടെന്ന് ഇവൻ മനസ്സിലാക്കിയത് എൻ്റെ വീട്ടിലെ പെരുന്നാളൊക്കെ കണ്ടിട്ടാണ്. അതിനുശേഷം ഒരു വട്ടം പോലും അവൻ എൻ്റെ വീട്ടിലെ പെരുന്നാൾ മിസ്സാക്കിയിട്ടില്ല. ബിക്കോസ് ഹീ ലൈക്സ് ഇറ്റ്. ചാറ് വഴി വന്നതാണെങ്കിലും ഇൻസ്റ്റഗ്രാം വഴിയാണ് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിരുന്നത്. എൻ്റെ ചേട്ടനുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ക്യാരക്ടറിലുണ്ട് എൻ്റെ ഹസ്ബൻഡിന്. ഒരുപാട് കൾച്ചറൽ ഡിഫറൻസസ്, ലാംഗ്വേജ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിട്ടും ഞങ്ങൾ രണ്ടുപേരും സെറ്റായി പോകുന്നതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് സൗണ്ട് ആൻഡ് ആംഗ്രി ബേർഡായിട്ടുള്ള ഞാനും സൈലൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ ആയിട്ടുള്ള അവനും കൂടിയുള്ളൊരു പെർഫെക്റ്റ് കോംബോ ആണ്. എൻ്റെ അഭിരുചികൾക്കെല്ലാം എതിരായിട്ടുള്ളൊരു വ്യക്തിയാണ്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ABCD അറിയില്ല. ഇവൻ കാണുന്ന സീരീസൊന്നും എനിക്ക് ദഹിക്കാറുമില്ല. അങ്ങനെ ഈ IT ജീവനക്കാരനെ ഞാൻ കല്യാണം കഴിക്കുകയാണ്. 2 കൊല്ലം കഴിഞ്ഞു. ഇന്നും ഐ എം ക്രഷിങ് ഓൺ മൈ ഹസ്ബൻഡ്. ശരിയാണ്, ഞങ്ങൾ തമ്മിലുള്ളത് ഒരു പെർഫെക്റ്റ് മാരേജ് ഒന്നുമല്ല. ബട്ട് സ്റ്റിൽ വി ട്രൈ ടു സ്ട്രൈവ് ആൻഡ് ബി ദെയർ ഫോർ ഈച്ച് അതർ. ഇതിപ്പോൾ ഇവിടെ പറയാൻ സ്പെഷ്യൽ ഡേ ഒന്നും അല്ലെന്ന്. ബട്ട് സ്റ്റിൽ താങ്ക് യു ഹസ്ബൻഡ്, താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ.